എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. ഇന്നലെ മുതൽ ഈ നിമിഷങ്ങൾ വരെ പല ആളുകളും അയച്ചു തന്ന ഒരു വാർത്തയുണ്ട്. കൊല്ലത്ത് നിന്ന് ഉള്ളതാണ്. ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കാറടക്കം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭാര്യ മരിച്ചു, ഭാര്യയുടെ സുഹൃത്ത് രക്ഷപ്പെട്ടു. ഈ കൊലയാളിയുമായി പോലീസ് തെളിവെടുപ്പിനൊക്കെ വന്ന ചില വാർത്തകൾ ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സ്ഥിരമായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു കേസിലെ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊലയാളി മധ്യവയസ്കനാണ്. മുന്നെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് കാമുകി കാമുകന്മാർ, അതേപോലെ തന്നെ യുവതി യുവാക്കൾ എന്നിവരൊക്കെ ആയിരുന്നു. ഇതിൽ മധ്യവയസ്സിലെത്തിയ ഒരു വ്യക്തിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിക്കുക ആയിരം അഭിവാദ്യങ്ങളാണ്. ഇന്നലെ ഈ ഒരു വാർത്ത വന്ന മൊമെന്റ് തൊട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയുടെ ആദ്യത്തെ റിപ്പോർട്ടിങ്ങിൽ ഭാര്യയും സുഹൃത്തും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. ഈ ഒരു കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ അവൾ മരിക്കേണ്ടവളായിരുന്നു എന്നുള്ള കമന്റുകൾ വന്നങ്ങ് നിറഞ്ഞു. ഒന്നതിന്റെ കാരണമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്ത്രീയെ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാൾ കാമുകനോ ഭർത്താവോ കൊന്നു കഴിഞ്ഞാൽ അത് ന്യായമാണ്, അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. സോംബികൾക്ക് ഈ പച്ചമാംസത്തിൽ കത്തികുത്തി ഇറക്കുന്നതിൽ മാത്രമല്ല ആഹ്ലാദം, അതിൽ കൂടുതൽ ആഹ്ലാദം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കത്തിക്കുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന പഴയ പ്രാചീന ഗുഹാമനുഷ്യൻ്റെ ചില ശേഷിപ്പുകളൊക്കെ ആയിരിക്കാം ഈ ഒരു കൊതി. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, കാട്ടുതീയിൽപ്പെട്ട മൃഗങ്ങളെ കഴിച്ചപ്പോൾ, ആ ഒരു കരിഞ്ഞ ഇറച്ചി കഴിച്ചപ്പോൾ രുചി തോന്നി, അതിൽ പിന്നെ ഇറച്ചി ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ആ ഒരു തീ വെച്ച് കൊല്ലുന്നതിലൊക്കെ കൂടുതൽ ആഹ്ലാദം. എന്തൊക്കെയാണെങ്കിലും സോംബികൾ കാര്യമായിട്ട് തന്നെ അഭിവാദ്യങ്ങൾ നേരുന്നുണ്ട്. സംശയരോഗമാണ് കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത്. ഇന്ത്യയിൽ നിയമത്തിന്റെ മേൽനോട്ടമില്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കുന്ന സമയത്ത് കൊല്ലുന്നത് പോലെയല്ല, അല്ലാതെ ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു ഇന്ത്യൻ പൗരനെ കൊന്നു കഴിഞ്ഞാൽ, അയാളെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്രൈമിൽ നമ്മൾ കൊലയാളെ ശിക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ പൗരബോധം, അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ കൊലയാളിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് സിവിക് സെൻസ് ഉള്ള ഒരു മനുഷ്യന് ചേർന്ന ഒരു കാര്യമല്ല. എന്നാൽ പ്രാചീന ചിന്താഗതിയിൽ നിന്ന് മാറ്റം സംഭവിക്കാത്ത ആളുകൾക്ക് മരിച്ചത് ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, ഭാര്യയ്ക്ക് ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഉടമയാണ്, മരിച്ചത് അടിമയാണ്. അപ്പോൾ അടിമ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചു എന്നുള്ള തോന്നല്, സംശയം ഉടമയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൊല്ലാം. പ്രാചീന ചിന്താഗതിക്കാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ അവിടെ രണ്ട് പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു പ്രാചീന ചിന്താഗതിയാണ് കമന്റ് ബോക്സിൽ കൂടെ 1000 അഭിവാദ്യങ്ങൾ കൊടുത്ത് ഇവര് ഊട്ടി ഉറപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് വീഡിയോ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻബോക്സ് ഒക്കെ നിറയുന്നത്? എന്നെ പോലുള്ള ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ പേടിയാണ്. ഈ ഒരു ചാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ധാരാളം അവിവാഹിതരായിട്ടുള്ള ആളുകളും കൂടെ ഉണ്ട്. പെൺകുട്ടികളുടെയൊക്കെ എണ്ണം നല്ലൊരു ശതമാനമുണ്ട്. അവർക്കൊക്കെ പേടിയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അവിവാഹിതരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും നാളെ തൻ്റെ തലയിൽ വല്ലോ ആകുമോ എന്നുള്ളത്. ഒരു സംശയം വന്നു കഴിഞ്ഞാൽ കൊന്നുകളയാൻ മൈൻഡുള്ള ക്രിമിനൽസാണ് ഇവിടെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ കൂടുതലായിട്ടുള്ളത്. ക്രിമിനൽസാണ്. ഇപ്പം അത് ഭർത്താവാണെങ്കിലും ഭാര്യ ആണെങ്കിലും കൊല്ലുന്ന ഒരാൾ ഒരു സൈക്കോപാത്താണ്. അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു നാർസിസിസ്റ്റാണ്. ഒരിക്കലും ഒരു നല്ല മനുഷ്യന് സ്നേഹം കൊണ്ട് ഒരാളെ കൊല്ലാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ചുമ്മാ പറയുന്നതാണ്. സ്നേഹം കൂടിയ സമയത്ത് കൊന്നാണ്. അങ്ങനെയുള്ളൊരു കൊലപാതകമൊന്നുമില്ല. സ്നേഹമില്ലാത്ത ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ, ഒട്ടും മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൊല്ലുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഈ അടിമ ഉടമ സമ്പ്രദായമൊക്കെ ആണല്ലോ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ജന്മികൾ അവരുടെയൊക്കെ അടിയാന്മാരോടും കുടിയാന്മാരോടും ഒക്കെ ചെയ്തിരുന്ന ഒരു ക്രൂരകൃത്യമുണ്ട്. അവരെ അടിമകളായിട്ടാണല്ലോ കരുതപ്പെടുന്നത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് കുഴിച്ചിടും. സ്ത്രീകളെയൊക്കെ ഇഷ്ടം പോലെ ചവിട്ടിക്കൊന്ന പൂർവികരുടെ കഥകൾ ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള പ്രദേശത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ ന്യായീകരിക്കുമോ? ഭർത്താവിന് ഭാര്യയെ കൊല്ലാമെന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയുടെ ഉടമയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ പല ആളുകളുടെയും പൂർവികരായിട്ടുള്ള ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ അടിമയാവുന്ന സമയത്ത്
അവരുടെ ഉടമകൾക്ക് ഇവരെ കൊല്ലാവോ? അടിമ സമ്പ്രദായം ഒന്നും നിലനിൽക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണർഷിപ്പ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടിയുടെ ഓണർഷിപ്പും തരുന്നില്ല. ആ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ മറ്റൊരു ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ തമ്മിൽ കുടുംബമായിട്ട് ജീവിക്കാനൊന്നും ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഭാര്യ ഡൗട്ടുണ്ട്, അവൻ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവൻ അഭിവാദ്യം അർപ്പിച്ചതുകൊണ്ട് നിയമത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുമര്യാദകളിൽ ഇത് ശരിയാവുന്നില്ല. ഈ സംഭവശേഷം പത്മരാജൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ആദ്യഘട്ടത്തിൽ കാര്യമായ ചോദ്യം ചെയ്യലില്ലായിരുന്നു. പക്ഷേ രാത്രി വൈകി നടന്ന ചോദ്യം ചെയ്യലിലാണ് പോലീസിന് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പത്മരാജനിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ ഇയാൾ കീഴടങ്ങുന്ന സമയത്ത് വളരെ കൂളായി ഞാൻ തൃപ്തനാണെന്നുള്ള രീതിയിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങെങ്കിൽ തുടർന്നുള്ള സമയത്ത് വളരെ വികാരാധീനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കാരണം ഒരു മകളാണുള്ളത്, മകളുടെ കാര്യം ഓർത്താണ് തനിക്ക് ആശങ്കയുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ചോദ്യം ചെയ്യലിനെ ആദ്യ സമയങ്ങളിലൊക്കെ മറുപടി നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം അയാൾ കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. കാര്യം രണ്ടുപേരെയും കൊലപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശം തനിക്ക് വ്യക്തമായി ഉണ്ടായിരുന്നു. കാരണം തന്റെ അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു ബേക്കറി ആരംഭിക്കുക മാത്രമല്ല, ബേക്കറി ആരംഭിച്ചതിലുമല്ല ഈ ഹനീഷിനെ പോലൊരാളുമായി പങ്കാളിത്തത്തോടുള്ള ബേക്കറി ആരംഭിച്ചതിനോട് തനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലായിരുന്നു. അത് ഉപേക്ഷിക്കണമെന്ന് പലതവണ പറഞ്ഞു. പക്ഷേ അതിന് തയ്യാറായില്ല. ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രായ വ്യത്യാസം വളരെയേറെ 15 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരുന്നതായും അയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കൊലയാളി ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ 14 വയസ്സുള്ള മകളെ കുറിച്ചിട്ട് ഓർക്കുമായിരുന്നു. തൻ്റെ പകയുടെ ഭാഗമായി അതിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഭാര്യയെ കൊന്ന സമയത്ത് 14 വയസ്സുള്ള മകള് അനാഥയായി മാറി. ആ മകൾ ഇനി ആരുടെയൊക്കെ ഭീഷണി നേരിടണം? ആ മകളെ ഈ അഭിവാദ്യം അർപ്പിച്ച അപ്രിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽസ് സംരക്ഷിക്കുമോ? ഇല്ല. ഒരു സംരക്ഷണം ഇല്ലാത്തൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകളായിരിക്കും ഈ കമൻറ്റ് ബോക്സിൽ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ. ഒരാളെ കൊല്ലുന്നതിൽ ആ ഒരു കത്തിച്ച ശരീരത്തിൽ ആഹ്ലാദം പൂണ്ട് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് അനാഥയായിട്ടുള്ള 14 വയസ്സുള്ള ഒരു കുട്ടിയെ സമൂഹത്തിൽ നോക്കിക്കാണുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അത്ര ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്. ചില ക്രിമിനലുകൾ കൊലപാതകം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ചില ക്രിമിനലുകൾ റേപ്പ് ചെയ്യില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യും. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിലുള്ള ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം സമൂഹത്തിൽ ക്രമാതീതമായി കൂടുന്നത് പല പേടികൾക്ക്, പല അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും. കേരളത്തിൽ കാര്യമായി തന്നെ ക്രൈം നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിവാഹിതരായിട്ടുള്ള പല സ്ത്രീകളും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കരയുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺസ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണിത്. അവരുടെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വലിയ മജോറിറ്റി കമന്റ് ബോക്സിലെ കൊലയാളിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അവരാരോപിക്കുന്നത് ഭാര്യയുടെ ആണ് സുഹൃത്തെന്നാണല്ലോ വാർത്തയിൽ. അപ്പോൾ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. ഇപ്പം ബന്ധം ഉണ്ടെങ്കിലും കൊല്ലുകയാണോ ചെയ്യണത്? അല്ല, ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിലും കൊന്നോളുക, ഒരു പ്രശ്നമില്ല എന്നുള്ള ആഹ്വാനം കൊടുക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ധൈര്യത്തോടെ ഒരു വിവാഹത്തിലേക്ക് കിടക്കുക? കാരണം ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ കൊല്ലുന്ന ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതേപോലെ ഈ പെർട്ടിക്കുലർ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കുടുംബത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ഭാര്യ ഒരു ബിസിനസ് ആരംഭിക്കുന്നു, ഭാര്യയുടെ സുഹൃത്തുമായി ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വെറും ഒരു സന്തോഷത്തിന് വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവർക്ക് ആ ഒരു വരുമാന മാർഗം അവസാനിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വീട്ടിൽ പൂട്ടിയിരിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പം അദ്ദേഹം ആ ഒരു ബിസിനസ് സംരംഭമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അവിടെ ഒരു ഈഗോ ഹെർട്ടാവുന്നു. ആ ഒരു പക കൊണ്ടുകൂടിയാണ് ഭാര്യയെ കൊല്ലുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സുപ്പീരിയോറിറ്റി കുടുംബത്തിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി. എവിടെയാണ് സ്നേഹം? അവിടെയും ആ ഒരു പക തന്നെയാണ്. അതേപോലെ തന്നെ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ 15 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഇദ്ദേഹം 15 വയസ്സ് മൂത്തൊരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ കാരണമായി ഇദ്ദേഹത്തിന് സ്ഥിരമായി സംശയം ഉണ്ടായിരുന്നു. ഈ പ്രായവും സംശയവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷനൊന്നുമില്ല. സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചില കണക്ഷൻസ് ഉണ്ട്. പ്രായമാവുന്ന സമയത്ത് താൻ പോരാ എന്ന് പങ്കാളിക്ക് തോന്നുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ പല ആളുകൾക്കുണ്ട്. സമൂഹം ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓവർ ഗ്ലോറിഫൈങ് ഓഫ് സെക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നത് തന്നെ ട്രോഫി ആയിട്ട് കരുതുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. കരുത്ത് തെളിയിക്കുക, മറ്റേ ആണത്തം തെളിയിക്കുക എന്നൊക്കെയാണ് പലപ്പോഴും ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതിൽ പോലും ആളുകൾ ചിന്തിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെക്കാളും ഊർജ്ജസ്വലതയുള്ള ഒരു ഭാര്യയെ കാണുന്ന സമയത്ത്
ചില പേടിയൊക്കെ തോന്നുമായിരിക്കും. അതേപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളിലൊന്നാണ് ഫേക്കായിട്ടുള്ള ലൈംഗിക ഉത്തേജന മരുന്നുകൾ. നിങ്ങൾക്കറിയാം, കുറേ താത്തമാരൊക്കെ എന്തോ തുർക്കി ജാം വേറെന്തോ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരണമെന്നൊക്കെയാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. എന്തും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോണേ? പേടിയാവുമല്ലോ ഇവന്മാരുടെ പ്രൊമോഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക്. അപ്പം ഈ രീതിയിൽ അത്രയധികം സെക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കീഴ്പ്പെടുത്തലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കരുത്ത് തെളിയിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾക്ക് സംശയരോഗം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മാറുന്ന ലോകത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവമാണോ? അല്ല. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മലയാളി കൾച്ചറാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറാണ്. ദുരഭിമാന കൊല ആഘോഷിക്കപ്പെടുന്ന ഒരു നാടാണിത്. ഒരു കഴിവില്ലാത്ത, ഒരു ഗുണമില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ച് ആ പെണ്ണുങ്ങാനും അറിയാതെ സമ്മതം മൂളിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ അംഗീകരിക്കപ്പെടുന്നത് പലപ്പോഴും ആ ഒരു പെണ്ണിനെ കൊല്ലുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇവിടെയുള്ളമാരെല്ലാം കൂടെ അയാളെ അങ്ങ് തലയിൽ കയറ്റി വയ്ക്കും. ഇപ്പം ഇത് ഒരു തന്തയാണ്, തന്തയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല, ഭർത്താവാണ്, ഭാര്യയെ കൊന്നവനാണ്. അപ്പോൾ അയാളും ഇപ്പം ഏതോ ആകാശത്താണ് ഇരിക്കുന്നത്, പൊക്കിയെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൾച്ചറുള്ള ഇടത്ത് ഇതുപോലുള്ള കൊലകൾ ആവർത്തിക്കപ്പെടും. ഈ കമൻറ്റ് ബോക്സിൽ അപ്രിസിയേഷൻ കൊടുക്കുന്ന ആയിരം അഭിവാദ്യങ്ങൾ നേരുന്ന ആളുകളുടെ പെൺമക്കളും ഈ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവരുടെ ഭാര്യമാരും ഈ ഒരു പേടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? സ്ത്രീകളെയാണോ? അല്ല. അവർ വിവാഹം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുത്തൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരിൽ പല ആളുകളുടെയും പ്രശ്നം തീരും. അവരെ സംരക്ഷിക്കാനായിട്ട് നിയമ സംവിധാനങ്ങൾ കുറച്ചും കൂടെ ശക്തിപ്പെടുന്ന സമയത്ത് അവർക്ക് ഒരു പരിധിവരെ ത്രെട്ട് കുറയും. ഇത് ബാധിക്കുന്നത് ആരെയാണ്? ഏറ്റവും കൂടുതൽ ലോൺലൈനസ് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ആണുങ്ങൾ. അവരാണിത് ബാധിക്കുന്നത്. നല്ല ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്. അവരെയും ബാധിക്കും. അവരെല്ലാം ഈ ഒരു കണ്ണോടെ ആളുകൾ നോക്കി കാണത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേന് കേരളത്തിലെ ആണുങ്ങൾ, സംശയരോഗികൾ, ഇൻസ്റ്റഗ്രാം കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, സ്വന്തം അമ്മേനെ പോലും സംശയമുള്ള ഇഷ്ടംപോലെ ചെക്കന്മാരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൗഡിനെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ചീത്തപ്പേരായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.